തന്നെയാണെന്ന് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നെഹ്റു കുടുംബത്തിന്റെയോ കുടുംബ സ്വത്ത് അല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇത് പൊതുജനങ്ങളെ, ഇന്ത്യൻ ജനതയുടെ വിഷയമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിന്, അവരുടെ സ്വത്ത് മോഷ്ടിക്കുന്നതിന് തുല്യമായിട്ടൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ശ്രീകുമാർ സാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ലോജിക്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ. നാഷണൽ ഹെറാൾഡ് വിഷയത്തില് ഇഡി അല്ലെങ്കിൽ സർക്കാർ ഉയർത്തിയ നിലപാടുകൾക്കെതിരായിട്ടാണ് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അധികാരത്തിലെത്താൻ വേണ്ടി കഴിയാതിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്നത് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ അഴിമതി ആരോപണങ്ങളും ജനങ്ങൾ ശരിവെക്കുന്നുണ്ടല്ലേ? തിരിച്ചാലോചിച്ച് നോക്കൂ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഈ വാദം തന്നെ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്താ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നത്? അവരുടെ അവരുടെ സ്റ്റാറ്റിൽ നിന്ന് ഇംപ്രൂവ് ആയി എന്നതിനപ്പുറത്തേക്ക് എന്താ ഭരണത്തിലെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? ഇപ്പൊ വർഷം എത്രയായി? അപ്പോ അത്തരത്തിലുള്ള ഒരു വാദമൊക്കെ വളരെ ബാലിശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രശ്നം എന്താണ്? ഈ നാടിന്റെ പൊതുസ്വത്തിനെ കട്ടെടുക്കാൻ വേണ്ടി നെഹ്റു കുടുംബം സ്വാധീനം ചെലുത്തി. അവർ അതിന് ശ്രമിച്ചു. അവർ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഇത് ആരും കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ലോകം മുഴുവൻ കണ്ടു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നോക്കൂ, ബി.ജെ.പി. സർക്കാർ, സംഘപരിവാർ സംഘടനകള് ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെയും ചരിത്രത്തിൽ നിന്ന് മായ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്, ബി.ജെ.പി. ചെയ്യുന്നത്, കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ, നെഹ്റു മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ള അവരുടെ നറേറ്റീവുകളെ അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് കൂടുതലായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ബി.ജെ.പി. ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ഒരുപക്ഷെ നെഹ്റുവിനേക്കാൾ മികച്ചവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പൊതുജനത്തിന് തോന്നിയാൽ, ഞങ്ങൾ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പടുത്തുയർത്തുന്നതിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര പുരുഷന്മാരോ ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അത് ആ വ്യക്തികളോടുള്ള ബഹുമാനത്തിന്റെയും അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെയും സൂചനയായിട്ട് മാത്രം കരുതിയാൽ മതി. ഞങ്ങൾ ബി.ജെ.പി. ഒരാളെയും ചരിത്രത്തിൽ നിന്ന് മായ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, രാജ്യത്തിന്റെ പൊതുസ്വത്ത്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരിലുള്ള പൊതുസ്വത്തിനെ കട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ കള്ളി വെളിച്ചത്തായിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ സമയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ശരിയാണ്. എങ്കിൽ ഇന്ത്യ ആണെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മോത്തിലാൽ